നമസ്കാരം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് നമുക്ക് നോക്കാം. അടിസ്ഥാന വിവരങ്ങൾ ആദ്യം നോക്കാം. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ 1.3% കേരളം. കേരളത്തിൻ്റെ വിസ്തീർണം പറയുവാണെങ്കിൽ 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. അതിർത്തികൾ നോക്കുകയാണെങ്കിൽ കിഴക്ക് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ, വടക്ക് കിഴക്ക് കർണാടകം, തെക്ക് കിഴക്ക് തമിഴ്നാട്. ഇപ്പോൾ കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ 1.3% കേരളം. 1956 നവംബർ 1-നാണ് നിലവിൽ വന്നത്. അതിർത്തികൾ പശ്ചിമഘട്ടം കിഴക്ക്, അറബിക്കടൽ പടിഞ്ഞാറ്, കർണാടകം വടക്ക് കിഴക്ക്, തമിഴ്നാട് തെക്ക് കിഴക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക പുഷ്പം എന്നറിയപ്പെടുന്നത് കണിക്കൊന്ന. മത്സ്യം കരിമീൻ. ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ആന. ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക ശലഭം എന്നറിയപ്പെടുന്ന ബുദ്ധമയൂർ. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്ക് പടിഞ്ഞാറായാണ് കേരളത്തിൻ്റെ സ്ഥാനം. രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 3.1% കേരളത്തിലുള്ളത്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഇത് മൊത്തം വിസ്തൃതിയുടെ 48% മലനാടാണ്. 41.76% ഇടനാടാണ്. ഏകദേശം 10% തീരപ്രദേശമാണ്. ഈ മലനാടെന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിലുള്ള സ്ഥലങ്ങളാണ് മലനാടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. 7 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള സ്ഥലങ്ങളെ ഇടനാടെന്നും 7 മീറ്ററിന് താഴെയുള്ളത് തീരപ്രദേശം എന്നാണ് തരംതിരിച്ചിരിക്കുന്നത്. കേരളത്തെ ഭൂപ്രകൃതി അനുസരിച്ച് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇതിൽ മലനാട് എന്നറിയപ്പെടുന്നത് 75 മീറ്ററിന് മുകളിലുള്ള സ്ഥലങ്ങളെയാണ്. ഇത് ഏകദേശം 48% മലനാടാണ്. ഇടനാട് എന്നറിയപ്പെടുന്നത് 7 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ്. 41.76% ഇടനാടാണ്. 7 മീറ്ററിന് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 7 മീറ്ററിന് താഴെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് തീരപ്രദേശമാണ്. കേരള ഭൂവിസ്തൃതിയുടെ ഏകദേശം 10.24% തീരപ്രദേശമാണ്. മലനാടാണ് കേരളത്തിൻ്റെ ഉയർന്ന ഭൂപ്രദേശങ്ങൾ. മലനിരകളും അവയ്ക്കിടയിലെ താഴ്വരകളും ഉന്നത തടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. വയനാടൻ പീഠഭൂമിയൊക്കെ മലനാടിൻ്റെ ഭാഗമാണ്. ഇടനാട് എന്നറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ വരെയുള്ള മേഖലയാണ്. ഇതിൽ ഉയരം കുറഞ്ഞ മൊട്ടക്കുന്നുകളും ചെരുവ് തലങ്ങളും തടപ്രദേശങ്ങളും ഇടനാടുകളിലുണ്ട്. ചെങ്കല്ല് നിറഞ്ഞ പ്രദേശങ്ങളിലായിരിക്കും ഇതിലധികവും. കാർഷിക മേഖലകളാണ് ഇടനാടൻ പ്രദേശങ്ങൾ. തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 7 മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളാണ്. ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല ഇതാണ്.